എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബ്ലൂ സ്റ്റാർ ഇൻവെർട്ടർ സ്പ്ലിറ്റ് AC PCB ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഇത് ഓണായതിനു ശേഷം ഔട്ട്ഡോർ എടുക്കുന്നതിന് മുന്നേ നമുക്ക് ഡിസ്പ്ലേയിൽ 6 എന്നുള്ള ഒരു എറർ കോഡ് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ആ ഒരു എറർ കോഡ് വരുന്നത്, അതിനകത്ത് എന്താണ് കംപ്ലൈൻറ്റ്, അതെങ്ങനെ ശരിയാക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലോട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്കിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനോടെ അമർത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഓൺ ചെയ്തിട്ട് ആ എറർ കോഡ് ആ ഡിസ്പ്ലേയിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഫുൾ വയറിങ്ങും കാര്യങ്ങളെല്ലാം കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻഡോർ ഔട്ട്ഡോർ ഫാൻ മോട്ടർ കംപ്രസർ എന്ന് വേണ്ട വർക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും കണക്ഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതിൻ്റെ പവർ ഓൺ ചെയ്യുകയാണ്. ഓക്കെ, ആ ഒരു ശബ്ദം കേട്ടത് ഇത് പവർ ഓൺ ആയതെന്നാണ്. ഇപ്പോൾ സ്റ്റാൻഡ് ബൈ മോഡിൽ കിടക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഇൻഡോർ ബോർഡിൽ പവർ ബട്ടൺ പ്രസ് ചെയ്ത് അത് ഓൺ ചെയ്യണം. ഇപ്പോൾ ഓൺ ആയപ്പോഴത്തേക്കും 19 എന്നുള്ള ആ ഒരു ടെമ്പറേച്ചറിലോട്ട് അത് കിടപ്പുണ്ട്. ഇപ്പോൾ ഇൻഡോർ ഫാൻ മോട്ടർ എടുത്ത ഉടനെ തന്നെ നമുക്ക് 6 എന്നുള്ള ഒരു എറർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എറർ കോഡ് ഈ ഒരു പാക്കറ്റിലും കാര്യങ്ങളിലൊന്നും ഉണ്ടാകത്തില്ല, പക്ഷേ നമുക്ക് ഇതിൻ്റെ എറർ കോഡ് ലിസ്റ്റ് ഉണ്ട്. എറർ കോഡ് ലിസ്റ്റിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് AC വോൾട്ടേജ് ഹയർ ഓർ ലോവർ പ്രൊട്ടക്ഷൻ, അതായത് AC ലിങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് ആണ് ഈ ഒരു 6 എറർ കോഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് ഈ ഒരു PCB ഡിസ്ചാർജ് ആകണം. ഡിസ്ചാർജ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിന് നമുക്ക് കംപ്രസറിൻ്റെ ലൈൻ ഒന്ന് ഡിസ്കണക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അത് റിലേ അടിച്ച് അതിൻ്റെ കപ്പാസിറ്റിയുള്ള ചാർജ് എല്ലാം ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് അകത്ത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ AC ലിങ്ക് എവിടെ നിന്നാണ് വരുന്നതെന്നാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഹീറ്റ് സിങ് അഴിച്ചെടുക്കാം. ഈ ഒരു റെസിസ്റ്റൻസ് കണ്ടോ, ഈ സീരിയസ് ആയിട്ട് കുറച്ച് റെസിസ്റ്റൻസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2 സെക്ഷനായിട്ടാണ് ഈ 2 റെസിസ്റ്റൻസ് വന്നിരിക്കുന്നത്. 2 കണക്ഷൻ നേരെ ഈ ഒരു മെയിൻ ICയിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് നമുക്ക് 0.9 വോൾട്ട് അല്ലെങ്കിൽ 1 വോൾട്ടിനകത്ത് നമുക്കിവിടെ സപ്ലൈ കിട്ടണം. അപ്പോൾ ഇത് കൂടുതലായിരുന്നു കഴിഞ്ഞാൽ 1 വോൾട്ടിന് മുകളിൽ കൂടുതലായി കഴിഞ്ഞാലും ഈ ഒരു എറർ കാണിക്കും. ഇവിടെ വോൾട്ടേജ് വന്നില്ലെങ്കിലും ഈ ഒരു എറർ ഇവിടെ കാണിക്കും. ഈ 6 എന്നുള്ള ഒരു എറർ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഇത് പവർ കൊടുത്തിട്ട് നമുക്കിവിടെ എത്ര വോൾട്ടേജ് അവൈലബിൾ ആണെന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. അതിന് മുന്നേ 2 കാര്യങ്ങൾ നമുക്ക് നോട്ടീസ് ചെയ്യാനുണ്ട്. ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസിന് താഴെ ഇവിടെ ഈ പച്ച ക്ലാവ് പിടിച്ച് ഈ ഒരു ചുറ്റിന് റൗണ്ടിന് ഇരിക്കുന്നുണ്ട്. അതേ കണക്ക് തന്നെ ഇവിടെ വരുന്ന ഒരു കമ്പറേറ്റർ IC ഉണ്ട്. ഈ ഒരു 5 കാലിൻ്റെ കമ്പറേറ്റർ IC ഉണ്ട്. ഈ കമ്പറേറ്റർ ICയുടെ ലെഗിലും പച്ച ക്ലാവ് പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതിന് മുന്നേ നമുക്ക് ഈ ഒരു വോൾട്ടേജ് ഇവിടെ വരുന്നുണ്ടോ ഇല്ലയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലിടുക. മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലിട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്കതൊന്ന് പവർ ഓൺ ചെയ്യാം. അപ്പോൾ ഇത് പവർ ഓൺ ആയിട്ടുണ്ട്. ബോർഡിലെ LED കത്തിയിട്ടുമുണ്ട്. ഇവിടുത്തെ ഈ LED ബ്ലിങ്ക് ചെയ്യുന്നത് കാണാമല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ വോൾട്ടേജ് എത്രയുണ്ട്, മെയിൻ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മെയിൻ വോൾട്ടേജ് നമുക്ക് 323 വോൾട്ട് കിട്ടുന്നുണ്ട്. നമുക്കിനി ഇവിടെ ഈ AC ലിങ്കിൽ ഇവിടെ എത്ര വോൾട്ടേജ് വരുന്നുണ്ട്, ഇവിടെ കറക്റ്റ് 1 വോൾട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വോൾട്ടേജ് കുറവായിട്ടാണ് കാണിക്കുന്നത്. ഈ 2 നെറ്റ്വർക്ക് റെസിസ്റ്റൻസിലും ഒരേ വോൾട്ടേജ് വരണം.
ഒന്നിൽ കൂടുതലും ഒന്നിൽ കുറവുമാണ്. ഇവിടെ 0.7 വരുന്നുള്ളൂ. 1.016 എന്നുള്ള ആ ഒരു വോൾട്ടേജ് റേഞ്ച് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തോ ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ ചെക്ക് ചെയ്ത അതേ വോൾട്ടേജ് ഈ ഐ സിയുടെ ലെഗിൽ ഐ സിക്ക് നേരെ വരുന്നുണ്ടോ എന്നും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത ഈ 1 വോൾട്ട് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, രണ്ടാമത് ചെക്ക് ചെയ്തിട്ടുണ്ടായ ഈ ഒരു 7.35 ആ ഒരു വോൾട്ടേജ് വോൾട്ടേജും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ട്രാക്കിന് കംപ്ലൈൻ്റ് ഇല്ല, ക്ലാവ് പിടിച്ച ട്രാക്കിന് കംപ്ലൈൻ്റ് ഇല്ല. ഇവിടെ 2 വോൾട്ടേജ് നമുക്കിവിടെ പ്രസൻ്റാണ്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ്, നെറ്റ്വർക്ക് റെസിസ്റ്റൻസിൽ ഏതോ ഒന്ന് വീക്കാണ്. നമുക്ക് ഇതൊന്ന് പവർ ഓഫ് ചെയ്യാം. പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ള ആ കപ്പാസിറ്ററിൻ്റെ ചാർജ് ഡിസ്ചാർജ് ചെയ്യണം. ഓക്കെ, അത് ഫുള്ള് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് മൾട്ടിമീറ്റർ റെസിസ്റ്റൻസ് മോഡിലിട്ടിട്ട്, ഓംസ് മോഡിലിട്ടിട്ട് ഈ ഓരോ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 510 ഓംസ് കാണിക്കുന്നുണ്ട്, 510 കിലോ ഓംസ് കാണിക്കുന്നുണ്ട്. ഇവിടെ ഫ്ലക്ച്വേറ്റഡ് ആണ്. ഇവിടെ 506 കിലോ ഓംസ് കാണിക്കുന്നുണ്ട്. ഇവിടെ 506 കിലോ ഓംസ് കാണിക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ ഈ ഒരു റെസിസ്റ്റൻസിൽ കറക്റ്റായിട്ട് വാല്യൂ കാണിക്കുന്നില്ല. അതിങ്ങനെ കിലോ ഓംസ് മെഗാ ഓംസ്, കിലോ ഓംസ് മെഗാ ഓംസ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ്. ഇവിടെ എല്ലാം ബാക്കി 3 റെസിസ്റ്റൻസും ഓക്കെയാണ്. മൊത്തം ഈ ഒരു സീരീസിൽ നമുക്ക് 4 റെസിസ്റ്റൻസ് ഉണ്ട്. ഈ 4 റെസിസ്റ്റൻസിൽ ഒരു റെസിസ്റ്റൻസ് വാല്യൂ മാത്രം ഫ്ലക്ച്വേറ്റഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ്. ഇപ്പുറം ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇതേ കണക്കാണ് നമുക്കിവിടെ വാല്യൂ കാണിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലുള്ള വാല്യൂ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും 200 സംതിങ് കാണിക്കുന്നുണ്ട്. എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു വാല്യൂ തന്നെയായിരിക്കും കാണിക്കുന്നത്. ഇവിടെ കറക്റ്റ് അതിൻ്റെ ആ എത്രയാണോ അതിൻ്റെ ആ വാല്യൂ 510 കിലോ ഓംസ് എന്നുള്ളത് ഇവിടെ കാണിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ്, ഇവിടെ വരുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ഓപ്പണാണ്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു റെസിസ്റ്റൻസ് അവിടെ നിന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ ആ റെസിസ്റ്റൻസ് ഇളക്കി കണ്ട് നമ്മുടെ ഈ കപ്പാസിറ്ററിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. ഇനി നമുക്കൊരു 510 കിലോ ഓംസിൻ്റെ റെസിസ്റ്റൻസ് ഒരു സെയിം ബോർഡിൽ നിന്ന് ഇളക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ വേറൊരു ബോർഡിൽ നിന്ന്, ഇത് കണക്കുള്ള സെയിം ബോർഡിൽ നിന്ന് ആ ഒരു 514 ഉള്ള 510 കെ റെസിസ്റ്റൻസ് ഇവിടെ ഇളക്കിയെടുത്തിട്ടുണ്ട്.
ഓക്കെ, ആ ഒരു റെസിസ്റ്റൻസ് അവിടെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് എങ്ങനെയാണ് ആ റീഡിങ് വരുന്നത്, 510 വരുന്നുണ്ടോ അതോ 230 ആണോ റീഡിങ് വരുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ 272 വരുന്നുണ്ട്, 272 വരുന്നുണ്ട്, 276 കിലോ ഓംസ് കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ അവിടുത്തെ ആ ഒരു പ്രശ്നം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് ആ എറർ കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ പവർ ഓൺ ചെയ്യണം. പത്തൊമ്പതെന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇൻഡോർ ഫാൻ മോട്ടർ എടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ. ഇൻഡോർ ഫാൻ മോട്ടർ, ഔട്ട്ഡോർ ഫാൻ മോട്ടർ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്ര നേരമായിട്ട് എററൊന്നും കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ നേരത്തെ പെട്ടെന്ന് തന്നെ എറർ കാണിക്കേണ്ടതെന്ന്. ഈ ലൈറ്റ്, ഇവിടുത്തെ ഈ ഒരു ലൈറ്റ് നമുക്ക് ബ്ലിങ്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ അത് ഓഫ് മോഡിൽ കിടക്കുകയാണ്. ഔട്ട്ഡോർ എടുത്തിട്ടില്ല. ഓക്കെ, ഔട്ട്ഡോർ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഡോറിനകത്തുള്ള PCBയിലുള്ള പവർ ബട്ടൺ അടിച്ച് ഇതൊന്ന് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം മെയിൻ പവർ ഓഫ് ചെയ്യുക. ഓക്കെ, മെയിൻ പവർ എല്ലാം ഓഫായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കംപ്രസർ ലൈനും കൂടെ ഒന്ന് കൊടുക്കാം. കംപ്രസർ ലൈൻ കൊടുക്കാം. കംപ്രസർ ലൈന് ഈ കറക്റ്റായിട്ട് UVW. ഓക്കെ, അപ്പോൾ കംപ്രസർ ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടെ തിരിച്ച് റിട്ടേൺ ഓൺ ചെയ്ത് അതിനുശേഷം ഒന്ന് മെയിൻ പവർ ഓണാക്കുക. ഇപ്പോൾ നമുക്ക് ഔട്ട്ഡോർ ഫാൻ മോട്ടർ എടുത്തിട്ടുണ്ട്. ഔട്ട്ഡോർ ഫാൻ മോട്ടർ കറങ്ങുന്നുണ്ടല്ലോ. കംപ്രസർ എടുത്ത് കംപ്രസർ സ്പീഡും കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വർക്ക് സക്സസ് ആയിട്ടുണ്ട്. പക്ഷേ അവിടെ നമുക്ക് രണ്ട് സൈഡിലായിട്ട് ഞാനിത് ഓഫ് ചെയ്തു. ഓഫ് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഹീറ്റ് സിങ്ക് കണക്റ്റഡ് അല്ല. ഹീറ്റ് സിങ്ക് കണക്റ്റഡ് ആവാതെ നമുക്ക് ഒരുപാട് നേരം ഈ ഒരു കംപ്രസർ ഓട്ടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഓട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ IPM മൊഡ്യൂൾ ഡാമേജസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ IPM മൊഡ്യൂൾ പെട്ടെന്ന് ഹീറ്റായിട്ട് ചൂടാവും. ഇത് അപ്പോൾ പെട്ടെന്ന് ഹീറ്റായിട്ട് അത് IPM മൊഡ്യൂൾ ഡാമേജ് ആവും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കൂടുതൽ നേരം റണ്ണിങ്ങിലിടുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹീറ്റ് സിങ്ക് മസ്റ്റായിട്ടും കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളത് ഈ രണ്ട് സൈഡിലായിട്ട് ഈ കമ്പറേറ്റർ ICയുടെ അടുത്തും ആ ഒരു AC ലിങ്കിൻ്റെ സൈഡിലായിട്ടും പച്ച ക്ലാവ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്കിത് കസ്റ്റമറിന് കൊടുക്കാൻ. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് തന്നെ റിപ്പീറ്റ് നമുക്ക് വരും.
കംപ്ലൈൻ്റ് ആയിട്ട് പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇരുന്ന് ദ്രവിച്ച് ട്രാക്കൊക്കെ പൊട്ടി തിരിച്ച് കണക്ക് വർക്ക് ചെയ്യുന്നതെന്നും പറഞ്ഞ് കംപ്ലൈൻറ്റ് തിരിച്ചു വരും. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു കംപ്ലൈൻറ്റ് എന്താണെന്നും അതെങ്ങനെ റിപ്പയർ ചെയ്യാമെന്നും ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.